സൈബർ അധിക്ഷേപ പരാതിയിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ അതിജീവിതയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയ കേസിലാണ് സൈബർ പോലീസിന്റെ നടപടി. ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത്. പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന വീഡിയോ രാഹുൽ ഈശ്വറിന്റെ സോഷ്യൽ മീഡിയ പേജിൽ പ്രത്യക്ഷപ്പെട്ടു. ആദ്യം ആ വീഡിയോ കാണാം. സാറേ എങ്ങോട്ടാ കൊണ്ടുപോകണം സാർ? അങ്ങനല്ല, ഞങ്ങൾ വിളിച്ച് പറയണോ? എന്താ അഡ്വക്കേറ്റ് വിളിക്കണോ? അങ്ങനെ എന്താ അറിയാമോ, എനിക്ക് തിരിച്ച് 7 മണിക്ക് ചർച്ചയുണ്ട്. തിരിച്ചതിന് മുമ്പിൽ എത്താൻ പറ്റൂ? എന്റെ വണ്ടി വരാമോ? എന്നാ ശരി. ഇറങ്ങി. ലാപ്ടോപ്പ് ഓഫീസിലാണ്, ടെക്നോ പാർക്ക്. ഇന്ന് അടപ്പാ. ഇന്ന് സാർ ഹലോ, ഞാൻ എന്തായാലും പോലീസുകാര് എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. പോലീസുകാര് വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്നെ റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. റിനു, നേരത്തെ രാഹുൽ ഈശ്വർ തന്നെ പകർത്തിയൊരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതിന്റെ വിവരങ്ങളൊപ്പം തന്നെ കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിരിക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ, പുതിയ വിവരങ്ങൾ റിനു ശ്രീധർ. റിജിത്ത്, രാഹുൽ ഈശ്വറിനെതിരെ ഒരു വകുപ്പ് കൂടി കൂട്ടിച്ചേർത്തതോടുകൂടി അത് ജാമ്യമില്ലാത്ത കുറ്റം അല്ലെങ്കിൽ ആ വകുപ്പാണ് കൂട്ടിച്ചേർത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ രാവിലെ 11 മണിയോട് കൂടി കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ദീപ രാഹുൽ ഈശ്വറിനെ അറിയിച്ചിട്ടുള്ളത്. അല്പസമയം മുമ്പ് അവർ അകത്തേക്ക് പോവുകയും ഭക്ഷണം നൽകുകയും ചെയ്തു. കൂടുതൽ വകുപ്പ്, അതായത് ഒരു AI വീഡിയോയാണ് ഇദ്ദേഹം പ്രചരിപ്പിച്ചത്. അതിൽ പ്രശ്നമില്ല എന്നുള്ളതാണ്. പക്ഷേ മറ്റേതോ ഒരു അക്കൗണ്ടിൽ, ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി വന്ന ഒരു കമന്റ്, ആ കമന്റിൽ ഇദ്ദേഹം കയറി ഇടപെടുകയും ചില ഇടപെടൽ അല്ലെങ്കിൽ മോശമായ സംസാരം നടത്തുകയും ചെയ്തു എന്നുള്ളത് വരും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അത് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതല്ല, മറ്റൊരു സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്റിന് കീഴിൽ ഇദ്ദേഹം അഭിപ്രായപ്പെട്ടതാണ് എന്നുള്ളതാണ്. എങ്കിൽ പോലും അത് കുറ്റമാണ് എന്നുള്ളതാണ് നിലവിൽ ഈ വകുപ്പ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സ്ത്രീത്വത്തെ അവമാനിച്ചു എന്നുള്ളൊരു വകുപ്പാണ് ഇപ്പോൾ നിലവിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ എത്തിക്കും എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹത്തെ വൈകുന്നേരത്തോടുകൂടി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുവാൻ വേണ്ടി പൗടിക്കോണത്തെ വീട്ടിലെത്തുമ്പോൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം ഒരു വീഡിയോ ഇപ്പം ഏകദേശം ഒരു അരമണിക്കൂറിന് മുമ്പായി പങ്കുവച്ചിട്ടുണ്ട്. അത് ആ സമയത്ത് ചിത്രീകരിച്ചതാണ്. അതിൽ വീഡിയോ കൃത്യമായി പറയുന്നുണ്ട്, ഇത് തന്നെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ തന്നെ കുരുക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കാൻ എടുത്തതാണ് എന്നുള്ളത് അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും നിലവിൽ രാഹുൽ ഈശ്വറിനെതിരെ കുറുകിയിരിക്കുന്നു. ആദ്യം താൽക്കാലികമായി ചില വകുപ്പുകളാണ് ചേർത്തത്, ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ചേർത്ത് FIR രജിസ്റ്റർ ചെയ്തെങ്കിൽ ഇപ്പോൾ കൂടുതൽ വകുപ്പുകൾ ചുമത്തി BNS 75 3 വകുപ്പ് കൂടി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. ലൈംഗിക ചുവയോടെയുള്ള പരാമർശം നടത്തി എന്നുള്ളതാണ് ഈ വകുപ്പ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കില്ല. തുടർന്നാണ് മജിസ്ട്രേറ്റിന്റെ വസതിയിലോ അല്ലെങ്കിൽ കോടതിയിലോ ഹാജരാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് നാളെ 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. റിജിത്ത്, ശരി. രാഹുൽ ഈശ്വറിനെ നാളെ കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്, അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. തുടർ നടപടികളുമായി സൈബർ പോലീസ് മുന്നോട്ട് പോകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.